ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ്. ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് ആദ്യം തന്നെ ഈ ലൈനിങ് വെച്ചിട്ട് ഈ ഫ്രണ്ട് പീസ് ഒന്ന് ചേർത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണം. നല്ല വശം വെച്ച് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുപോലെ എല്ലാ വശവും ലൈനിങ്ങുമായിട്ട് ചേർത്തടിക്കണം. ഇനി ഞാൻ ബാക്ക് പീസിൽ കട്ടിയുള്ളൊരു തുണി ഞാൻ വെച്ചടിക്കുന്നുണ്ട്. ക്യാൻവാസിന് പകരമായിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് ലൈനിങ്ങുമായിട്ട് അടിച്ചിട്ട് ഇതൊന്ന് മറച്ചെടുത്തിട്ട് നോക്കാം. ഇനി ഞാൻ ഫ്രണ്ട് കഴുത്തിന് പാൻറ്റിൻ്റെ പീസ് പൈപ്പിംഗ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നല്ല വശത്തേക്ക് വെച്ചിട്ട് നമ്മളിങ്ങനെ പൈപ്പിംഗ് അടിച്ചു കൊടുക്കുകയാണ്. ഇത് പൈപ്പിംഗ് ഒക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്ക് പീസുമായിട്ട് കൂട്ടി യോജിപ്പിക്കാം. അതേപോലെ ഇപ്പുറത്തെ വശം ഷോൾഡർ കൂട്ടി അടിച്ചതിന് ശേഷം ബാക്ക് കഴുത്തിൻ്റെ പുറത്തുകൂടി ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അപ്പം നമ്മുടെ കഴുത്തിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് കൈ പിടിപ്പിക്കാം. നിവർത്തിയിട്ടിട്ട് നല്ല വശവും ചേർത്ത് രീതിയിൽ ഈ സെൻറ്റർ പോയിൻ്റിൽ നിന്ന് ഒരടയാളം കൊടുത്തിട്ട് ഒരു വശം നമുക്ക് കുഴിച്ചു മുറിക്കാം. അതായത് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ചെറിയൊരു ഫ്രണ്ട് പീസ് മാത്രം കുഴിച്ചു മുറിച്ചിട്ട് ഇത് മാറ്റി വെക്കാം. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതിന് ഫ്രണ്ട് പീസ് കുഴിച്ച് മുറിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതേപോലെ ഏറ്റക്കുറച്ചിലുകളൊക്കെ വരും. അതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ടതിന് ശേഷം വേണം നമുക്ക് ഫ്രണ്ട് പീസ് കുഴിച്ച് മുറിക്കാൻ. നോക്കാം നമുക്ക്. എക്സസ് വന്നിട്ടുള്ള ലൈനിങ് പീസുകളൊക്കെ ഒന്ന് മുറിച്ച് മാറ്റി കൈക്കുഴിയായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പീസ് മാത്രം എടുത്തിട്ട് അതൊന്ന് കുഴിച്ച് മുറിക്കണം. ഒരു 1/4 ഇഞ്ചോളം ഫ്രണ്ട് പീസ് മാത്രം ഇതേപോലെ ഇങ്ങനെ കുഴിച്ച് മുറിച്ചാലും മതി. നമ്മൾ കട്ട് ചെയ്യുമ്പം തന്നെ മുറിക്കണമെന്നില്ല, ഇങ്ങനെ മുറിച്ച് മാറ്റിയാൽ മതി. ഇനി ഇതിൽ നമുക്ക് കൈ പിടിപ്പിക്കാം. പീസിലെ കുഴിച്ച് മുറിച്ച ഭാഗവും തമ്മിൽ ഒരേപോലെ വരത്തക്ക രീതിയിൽ കൈയൊന്ന് റൗണ്ട് ചെയ്ത് അടിച്ചെടുക്കാം. നടുക്കുന്ന സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. രണ്ട് കൈയും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം.
നമ്മൾ പോയിൻ്റ് ഇട്ട് വെച്ച ഈ ഭാഗത്ത് കൊണ്ടുവന്നിട്ട് നിർത്തണം. സ്റ്റിച്ച് ചെയ്തിട്ട് പോയിൻ്റ് ഇട്ട് വന്ന് ഈ ഭാഗം കൊണ്ട് നിർത്തണം. അതേപോലെ തന്നെ ഇപ്പുറത്തെ വശത്തും നമുക്ക് അതേപോലെ തന്നെ ചെയ്യാം. ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഒന്നും കൂടെ രണ്ടാമത്തെ സ്റ്റിച്ചിങ് കൂടെ ചെയ്തിട്ട് ഈ ഓപ്പൺ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനു മുമ്പ് ലൈനിങ്ങിൻ്റെ അടിവശം ഒന്ന് മടക്കിയെടുത്ത് ഞാൻ ലൈനിങ് മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് സ്ലിറ്റിൻ്റെ ഭാഗം മടക്കിയടിക്കാം. ഈ ഭാഗം മടക്കിയെടുക്കാം. നമ്മുടെ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്